കൂടാതെ ഇദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങൾ മറ്റ് അധ്യാപകർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി സംസ്ഥാന ഭാരവാഹി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയുമായി എത്തിയിട്ടുള്ള അയക്കൽ സുദർശൻ സാർ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ ജേക്കബ് സാർ അവരുടെ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ രാജേഷ് സാർ അവരുടെ പ്രിയപ്പെട്ട ശ്രീ പ്രസാദ് സാർ, ശ്രീ വസന്ത ടീച്ചർ, എന്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന വാളത്തുകൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളെ, സ്നേഹ സമ്പൂർണരായ അധ്യാപകരെ, ദേശീയോദ്ഗ്രഥന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രസംഗം വീക്ഷിക്കുന്ന സ്നേഹിതരെ, നവംബർ 26 നമ്മുടെ ഭാരത ജനകോടികൾ ഞെട്ടിച്ചുകൊണ്ട് ബോംബെയിൽ വ്യാപകമായി നടന്ന ഭീകര ആക്രമണത്തിൽ രക്തസാക്ഷികളായിത്തീർന്ന നമ്മുടെ ഭാരതത്തിലെ ധീര ദേശാഭിമാനികളുടെ പാവനമായ പ്രണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടാകെ ഭീകര വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഭീകര വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഈ ദിവസം തന്നെ ഇതേ സമയം സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ഭീകരവിരുദ്ധ ബോധവൽക്കരണം നടത്തണമെന്ന് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ ചെയർമാനെന്ന നിലയിൽ ഞാൻ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളുടെ പ്രിൻസിപ്പൽമാരോടും ഹെഡ്മാസ്റ്റർമാരോടും മുഴുവൻ അധ്യാപകരോടും ഇന്റർനെറ്റ് വഴി അയച്ച് ഒരു അഭ്യർത്ഥനയും അതോടൊപ്പം ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നൽകിക്കൊണ്ട് കേരളമെമ്പാടുമുള്ള വിദ്യാലയങ്ങളിൽ ഇന്ന് ഈ പാവനമായ സ്മരണയെ അയവിറക്കിക്കൊണ്ട് ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമായി, നാഷണൽ ഇന്റഗ്രേഷന്റെ ഭാഗമായി ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിപ്പുലർത്തുന്നതിനു വേണ്ടിയും
നമുക്ക് സമാധാനപരമായി ജീവിതചര്യ പുലർത്തുവാൻ നോക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന പന്ഥാവ് ആവിഷ്കരിക്കുവാൻ പ്രചോദനം നൽകുന്ന തരത്തിൽ നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭീകര പ്രവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി വളരുന്ന തലമുറയെ ആരോഗ്യത്തിലായി വളർത്തുവാനും അവർക്ക് രാഷ്ട്ര ചിന്താധാര അവരുടെ മനസ്സിന്റെ ഉറവിലേക്ക് എത്തിച്ചേരുവാനും രാജ്യസ്നേഹികളായി വളർന്നു വന്നുകൊണ്ട് ന്യൂനതമായ ഒരു ഭാരതം നവീന ഭാരതം കെട്ടിപ്പടുത്തുവാൻ മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് അനുസൃതമായ സകലത്തിലും സത്യത്തിലും സമാധാനത്തിലും അക്രമരാഹിത്യത്തിലും മുങ്ങിയ ഒരു സകല സമരത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാഗാന്ധിയുടെ ആ ചിന്താ സരണിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ മഹാത്മജിയെ പഠിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയും സമാധാനപരമായ സഹവർത്തിത്വം പരിപാലിക്കുന്നതിനു വേണ്ടിയും മഹാത്മജി ആഗ്രഹിച്ചതും പഠിച്ചതും ആഭാഗിച്ചതും നമ്മുടെ സമൂഹത്തിന് സമർപ്പിച്ചതും ബ്രിട്ടീഷ് മേധാവിത്വത്തെ ഈ രാജ്യത്തിൽ നിന്നും ആട്ടിപ്പായിക്കുവാനുള്ള സകല സമരത്തിന് നേതൃത്വം നൽകിയതും ഈ രാജ്യത്തെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടത്തിയതും ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തെ അകറ്റുന്നതിന് വേണ്ടിയുള്ള സർക്കാർ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഉപകരിച്ച സകല സമരം ആ സകല സമരം സത്യാഗ്രഹ സമരം രാജ്യത്തിന്റെ ന്യൂനതമായ ഒരു മുന്നേറ്റത്തിന് നിദാനമാവുകയും ദീർഘകാലത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ രാജ്യത്തെ സമാധാനത്തിന്റെ കാതോത്തമുയർത്തിയ ആ അർത്ഥനഗ്നായ ഫക്കീർ മഹാത്മാഗാന്ധിയുടെ ആശയധാരയിൽ ഇരിച്ചേർന്ന് സമരം ചെയ്ത് നമ്മൾ നേടിയെടുത്ത പവിത്രമായ സ്വാതന്ത്ര്യം എക്കാലവും സംരക്ഷിക്കുവാനും അതിന് അനുഗുണമായി നമുക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു സമാധാനപരമായ ജീവിതം പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയത്തക്ക വിധത്തിൽ ജീവിതചര്യ അനുവർത്തിക്കുന്നതിനു വേണ്ടി മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് അധിഷ്ഠിതമായ പ്രവർത്തന പന്ഥാവുകൾക്ക് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള പ്രചോദനം നിങ്ങൾ ഏവരും ഉൾക്കൊള്ളണമെന്നും തത്വാര നിങ്ങളുടെ കുടുംബത്തിലും ദേശത്തിലും രാജ്യത്തിലും സമാധാനപരമായ ജീവിതശൈലി വാർത്തെടുക്കുവാൻ കൊടുക്കുന്ന തരത്തിലുള്ള ലക്ഷ്യബോധവുമായി നിങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്ന് സ്നേഹപുരത്തരം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബോംബെയിൽ നടന്ന ഭീകരമായ ആക്രമണം 2008 2002 മുതലുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സംസ്ഥാനങ്ങളിലായി 25ഓളം ഭീകര പ്രവർത്തകരുടെ ഭീകരമായ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും പ്രയോഗങ്ങളും നമ്മുടെ സംസ്ഥാനങ്ങളുടെ വിവിധ മേഖലകളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ വിവിധ മേഖലകളിൽ ഈ കഴിഞ്ഞ 2002 മുതൽ 2008 മുതൽ 2008 കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലുണ്ടായെങ്കിൽ ആ ഭീകര പ്രവർത്തനം നമ്മുടെ രാജ്യത്തിന് പുറത്ത് ലോക രാജ്യങ്ങളിലെല്ലാം മാരകമായ വിപത്ത് സൃഷ്ടിച്ചുകൊണ്ട് ലോക നേതാക്കന്മാർക്ക് വരെ ഭയം ഉളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭീകര മേഖലകളിൽ നിന്നും ആവിർഭവിച്ച് ലോകമെമ്പാടും സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുത്തുവാനുള്ള ഭീകര നേതാക്കന്മാരുടെ സമഗ്രമായ പ്രവർത്തനത്തിന് തിരശ്ശീലയിരിക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ സമാധാനപരമായി പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ലോക നേതാക്കന്മാർ മുൻകൈയെടുത്തുകൊണ്ടുള്ള ബൃഹത്തായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നുള്ള ആഹ്വാനവുമായി ലോക സമാധാനം കാർഷിക്കുന്ന ഭാരത ജനത ചേരിചേരാ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജി ലോക സമാധാനത്തിന് വേണ്ടി വഹിച്ച പങ്ക് നമ്മൾ ഇത്തരുണത്തിൽ പൂർവ്വമായി സ്മരിച്ചുകൊണ്ട് ഭാരതം എന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിൽ ആയുക്തമായിക്കൊണ്ട് സമാധാനപരമായ സഹവർത്തിത്വത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള പ്രചോദനം എന്നും ഉൾക്കൊണ്ട ഗാന്ധിയൻ ചിന്താഗതിയിൽ എന്നും ജ്വലിച്ച ഭാരതീയമായ ആശയ സംഹിതകളിൽ നിന്നും ചരിത്ര പാഠങ്ങളിൽ നിന്നും സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി ആവാഹിച്ചെടുത്ത സമരതന്ത്രവും ഭാരതീയമായ ആശയ സംഹിതയിൽ ഇരിച്ചിരുന്ന മഹത്തായ നാനാത്വത്തിൽ ഏകത്വം കൽപ്പിച്ച നമ്മുടെ ഭാരതീയമായ മതപരമായ ഐക്യവും സഹോദര്യവും പുലർത്തുന്ന ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും
മുസ്ലിം സഹോദരരായാലും പാർട്ടികളായാലും ബുദ്ധമതക്കാരായാലും നീലമതക്കാരായാലും ഭാരതത്തിലെ സഹോദരങ്ങളായി ജീവിക്കുന്ന ഭാരതീയ ജനകോടികൾ ഒരു തരത്തിലും മതപരമായ വിദ്വേഷത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഛിന്ന ഭിന്നമായ വിദ്വേഷത്തിൽ അടിമപ്പെട്ടുകൊണ്ട് നീങ്ങാതെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വികാരത്തെ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ നൂതനമായ രീതിയിൽ സൗഹൃദത്തിന്റേതായ സ്നേഹത്തിന്റേതായ ഒരു ജ്വാല പറത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള സമരതന്ത്രങ്ങളായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തെ ഈ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കുവാനുള്ള സമരവേളയിലൊക്കെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി സർവമത പ്രാർത്ഥനയ്ക്ക് ആക്കം വർദ്ധിപ്പിക്കുകയും പ്രഭാതത്തിലും പ്രദോഷത്തിലും അദ്ദേഹം സമരതന്ത്രങ്ങളുമായി ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം വർദ്ധിച്ച മഹാത്മാഗാന്ധി സർവമത പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും വളർന്നു വരുന്ന തലമുറയെ കാര്യക്ഷമമായി വളർത്തിയെടുക്കണമെങ്കിൽ നാനാജാതി മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ സൗഹൃദത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് ഉന്നതിക്കുവാനും ഒരുമിച്ച് സൗഹൃദം പങ്കിടാനും അവരവന്റേതായ മതപരമായ വിശ്വാസത്തിൽ പൂർവികമായ ചിന്തയോടുകൂടി ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനയും മതപരമായ ചടങ്ങുകളും നടത്തുവാനുള്ള സ്വാതന്ത്ര്യം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി മതേതരത്വം നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹനീയമായ ആദർശമായി നിലനിർത്തിക്കൊണ്ട് അഹിംസയുടെ പ്രവാചകനായ മഹാത്മാഗാന്ധിയുടെ ആ ചിന്തയിൽ ഇഴുകിച്ചേർന്ന മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഭാവി പൗരന്മാരുടെ വളർന്നു വരുന്ന തലമുറയുടെ ചേതനയിട്ട ചിന്താ പന്താവിൽ വെളിച്ചം വീഴ്ത്തുന്നതാകണമെന്ന് മഹാത്മജി ആഗ്രഹിച്ചത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ആ ചിത്രവാസനകൾ മതപരമായി സഹോദരികളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് അക്രമം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ ആഗ്രഹിച്ച ബ്രിട്ടീഷ് തന്ത്രത്തെ അത് ആട്ടിപ്പായിച്ചുകൊണ്ടാണ് മതപരമായ ഐക്യം ഊട്ടിപ്പുണർത്തിക്കൊണ്ട് ഭാരതീയമായ ആശയ സംഹിതയിലും ചരിത്ര പാഠങ്ങളിലും സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലും ഇരിച്ചേർന്ന് മഹാത്മജി സർവമത സഹോദര്യം പുലർത്തി. ഏകോദര സോദരനെ പോലെ ഇന്ത്യയിലെ എല്ലാ മക്കളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സമരം ചെയ്ത ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ചത് ഈ രാജ്യത്തിന് ജനാധിപത്യ ഭരണ സംവിധാനം അധികാരത്തിൽ വരുവാനും നമ്മൾ സമാധാനപരമായി അക്രമമില്ലാത്ത ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുമാണെങ്കിൽ ആ മഹാത്മാഗാന്ധി ഇച്ഛിച്ചതുപോലെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി 1948 ജനുവരി മാസം 30-ാം തീയതി ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഒരു ഭീകരന്റെ വെടിയേറ്റ് വരെ കിടഞ്ഞു പിടിവലിക്കുകയും ആ മഹാത്മാഗാന്ധിയുടെ പാവനമായ ഭരണത്തിനുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രം രൂപം കൊടുത്ത ഭരണഘടനയ്ക്ക് അനുസൃതമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ സേവനം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നു. ജനാധിപത്യപരമായ പ്രവർത്തന രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അദമ്യതാവും സോഷ്യലിസ്റ്റ് സാമൂഹികത്തിന്റെ സാമ്പത്തിക രീതിയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനതയെ വാർത്തെടുത്ത മഹാത്മാഗാന്ധി നവീനമായ ചിന്തയും നവീനമായ മുന്നേറ്റത്തിനും പാകതയും കുറിച്ച് രാഷ്ട്രത്തിലെ വളർന്നു വരുന്ന തലമുറയെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാട്ടുവാൻ ഉതകുന്ന തരത്തിലുള്ള വിജ്ഞാനപ്രദമായ ഒരു ജീവിതചര്യ പ്രദാനം ചെയ്യുവാൻ ഭാവി ഗവൺമെന്റിൽ അധികാരത്തിൽ വരുന്ന നേതാക്കന്മാരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ വളരുന്ന തലമുറയെ ചേതനയോടെ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി വളർത്തിയെടുത്ത് നൂതനമായ രീതിയിൽ ഭാരതത്തിന്റെ ശ്രേയസ്സിലൂടെ ലോകത്തിന്റെ നവീനമായ മുന്നേറ്റത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഗാന്ധിയൻ അഹിംസാ തന്ത്രങ്ങൾ നൂതനമായി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമാധാനത്തെ ചിത്തഭിന്നമാക്കുവാൻ വൈദേശിക ഭീകര ശക്തികൾ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിൽ കിടന്നു വന്നുകൊണ്ട് അക്രമങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഭീകര അക്രമ സൃഷ്ടിക്കുന്ന ആ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതചര്യ ഇന്നത്തെ നിലവാരത്തിൽ അന്വേഷിക്കുവാൻ പര്യാപ്തമായ ഒരു സാഹചര്യം ഒരു ജനാധിപത്യ വ്യവസ്ഥ സൃഷ്ടിക്കുവാൻ അഹോരാത്രം എത്തിച്ച മഹാത്മാഗാന്ധിയുടെ ആ പാതാരവിന്ദങ്ങൾ ഒന്നിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധത്തെ കൂടിക്കൊണ്ട് സമാധാനവും സൗഹൃദവും സത്യവും അഹിംസയും അക്രമരാഹിത്യവും പ്രേരിച്ച ഒരു ഭാരതത്തിന്റെ നവീന ചിന്താധാരയെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ഭാരതത്തിന്റെ ശക്തിയും കരുത്തും നൽകുവാൻ ഉതകുന്ന തരത്തിൽ അക്രമരാഹിത്യം വിന്യസിച്ച ആ മഹാത്മാവിന്റെ ചിന്താഗതിയിൽ ഇരിക്കേണ്ടതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീകര ചിന്താഗതിക്ക് അടിമപ്പെട്ട ഒരു വിഭാഗം
നമ്മുടെ സമാധാനപരമായ അഹിംസയുടെ പ്രവാചകരായ മഹാത്മജിയുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഈ നാട്ടിന്റെ പല സംസ്ഥാനങ്ങളിലും ഭീകര പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ജനങ്ങളെയാണ് അവർ ഭീകരർ കൊടുത്തൊടുക്കുന്നത് എന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഒക്കുന്നതല്ല. അക്രമരാഹിത്യപ്പെടുന്ന ഭാരതത്തിന്റെ സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലും ഈ ഭീകരർ യാതൊരു കാരണവും കൂടാതെ ജനാധിപത്യപരമായ പ്രവർത്തനത്തിന്റെ ഊർജ്ജതയിൽ യാതൊരു വിധമായ ദോഷത്തിൽക്കായി മാറാതെ അയൽ രാജ്യങ്ങളുമായും ലോകരാജ്യങ്ങളുമായും സമൂഹത്തിൽ മാത്രം നൽകിയ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹോമാക്രമവും ശസ്ത്രങ്ങളും നടത്തി നമ്മുടെ നിരപരാധികളായ മനുഷ്യരെ കൊന്നുവെക്കുന്ന ആ ഭീകര പ്രവർത്തനം അതില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു പ്രവർത്തനം നമ്മൾ ഭാരതമെമ്പാടും ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ 2008 ബോംബെയിൽ ഭീകരാക്രമണമുണ്ടായി. നവംബർ 26-ാം തീയതി തുടങ്ങിയ ഭീകരതാക്രമണം 2 ദിവസം 48 മണിക്കൂർ ആധുനികമായ യുദ്ധ സംവിധാനങ്ങളുള്ള സുരക്ഷിത സംവിധാനമുള്ള പോലീസ് സംവിധാനമുള്ള ഇന്റലിജൻസ് സംവിധാനമുള്ള അഭ്യന്തര സുരക്ഷിതത്വമുള്ള ശക്തമായ ഒരു ആർമിയും ശക്തമായ നേവി സംവിധാനവും ഏർപ്പെടുത്തിയുള്ള ഈ ഭാരതത്തിന്റെ ഉൾക്കളത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ സാമ്പത്തിക നേതൃത്വത്തിന്റെ കലവറയായ ബോംബെ പട്ടണത്തിൽ വന്ന് ബോംബെയിലെ താജ് ഹോട്ടലിലും മെരിനാൻ ഹൗസിലുമൊക്കെ കടന്നു ചെന്ന് ആ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കടന്നു ചെന്നുകൊണ്ട് ആ ബോംബെ പട്ടണത്തിന്റെ 10ഓളം കേന്ദ്രങ്ങൾ ഒരേ സമയം ഭീകരന്മാർ അന്യരാജ്യത്തുള്ള ഭീകരന്മാർ കടന്നു വന്നുകൊണ്ട് ഒരേ സമയം നമ്മുടെ ആഭ്യന്തര സംവിധാനത്തെ പാലിച്ചു സൃഷ്ടിക്കുന്ന രീതിയിൽ സ്ഫോടനം സൃഷ്ടിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ തേജസ്സിനും അഹിംസാപരമായ പ്രവർത്തന പന്താവുകളിലൂടെ ഊന്നമെങ്കിൽ മുന്നോട്ട് പോകുന്ന മഹനീയമായ നമ്മുടെ ഭാരതീയ പ്രജാശാസ്ത്രത്തിനും മുമ്പിലേൽപ്പിച്ച ആ സംഭവം നമ്മുടെ രാഷ്ട്രം നടുക്കത്തോടെ 48 മണിക്കൂർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖസാന്ദ്രമായ നിമിഷത്തെ അയവിറക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അന്ന് നമ്മുടെ ആ ഭീകരാക്രമണത്തെ നേരിട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധീരന്മാരായ യോദ്ധാക്കൾ ഭീകരന്മാരുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ധീരമായ ചുമതല വഹിച്ച ജില്ലാധാരിയുമായി വരുന്ന ഭീകര പ്രവർത്തനത്തെ ചെറുക്കുവാൻ നമ്മൾ ശക്തമായി നേതൃത്വം ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. ഭീകര പ്രവർത്തനം ഒരു ലോക വിപത്തായി വളരാതിരിക്കാൻ നാം ഓരോരുത്തരും സ്നേഹവും സാഹോദര്യവും പുലർത്തിയും സംരക്ഷിച്ചും മുന്നോട്ട് നീങ്ങും. അക്രമരാഹിത്യം പരിരക്ഷിച്ചും അത് സാഹോദര്യത്തോടുകൂടി ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കും. 2008 ബോംബെ ഭീകരാക്രമണത്തിൽ ധീരരക്തസാക്ഷികളായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹേമന്ത് കക്കറെ, വിജയ് സലാസ്കർ, അശോക് എം കാംകെ, തോമസ്